ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രഭാതത്തില് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിന്നു പോവാ, ഇനി ഇൻസ്റ്റാഗ്രാം ഒന്നും വരൂലെന്ന് പറയാം, അപ്പൊ പണിക്കോ? യൂട്യൂബ് ഇല്ല, ഞങ്ങള് ആദ്യം തന്നെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേ ചോദിച്ചാ ഞങ്ങള് കാറ് വാങ്ങി, ഞാനും മുനീറും. ഹംസപ്പാക്ക് ഓൾറെഡി കാറുണ്ട്, ബൈക്കും ഇതൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പണിയെടുത്ത സമയത്ത് തന്നെ. പിന്നെ വീടും വെച്ചു. ഒരുവിധല്ല ഒരു പൈസക്കാരനായി നടക്കേണ്ട പോലൊക്കെ ഞങ്ങൾ നടക്കും ചെയ്തു ലൈഫിൽ ഒരു പ്രാവശ്യം. ഇനിയിപ്പോ പണിക്ക് പോയാലും സാധാരണ പണിക്ക് പോയാലും ഇപ്പൊ ഞങ്ങൾ നടക്കണ മാതിരി ഇനി നടക്കാൻ പറ്റും. ഇപ്പൊ ഒരു പണിക്ക് പോണ സാധാരണ മനുഷ്യന്മാരെന്താ ചെയ്യാ, നല്ല വസ്ത്രം ധരിക്കും, നല്ല വണ്ടിയിൽ പോകും, ഇടക്ക് പടത്തിന് പോകും, ഇടക്ക് നല്ല ഭക്ഷണം കഴിക്കും, ഇടക്ക് ടൂറ് പോകും. ഇതൊക്കെ ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാർക്കും പറ്റും. അപ്പൊ ഞങ്ങള് പണിക്ക് പോയിട്ട് അങ്ങനെ ഇതായി നടക്കും. ഇൻസ്റ്റാഗ്രാം പോയാലും പ്രശ്നമൊന്നുമില്ല. ഈ വീട് ഇതൊക്കെ വെക്കണമെങ്കിലാണ് ഒരു ചില ആൾക്കാർ 10-20 കൊല്ലം സമ്പാദിക്കേണ്ടി വരിക. അത് ഞങ്ങള് കുറുക്ക് വഴിയിലൂടെ നേടിക്കഴിഞ്ഞു. അത് കിട്ടിയല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രയാസം. പിന്നെ വാഹനം ചുരുങ്ങിയത് 10 ലക്ഷം വേണം ഒരു വാഹനം. അതുമായി മുനീർക്കും കുഴപ്പമില്ല, വീട് മുനീറും ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ടുണ്ട്. അതെ, ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ടുണ്ട്. അപ്പൊ ഭൂമിന്ന് കിട്ടാനുള്ളതൊക്കെ ഏകദേശം കിട്ടി. അതിന് ആരോഗ്യത്തോടെ അങ്ങനെ നിന്നാ മതി. അതെ, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചാൽ മതി. പക്ഷെ നമ്മളൊക്കെ സേഫ് അല്ലാത്തതുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഞങ്ങളെ പോലെ തന്നെ ഞാനും സേഫ് അല്ലാണ്ടാവും. പക്ഷെ ആൾക്കവിടെ അറബി ടീമുകളൊക്കെ ഉണ്ട് അല്ലേ, മീനങ്ങ് ലേലം വിളിച്ച് കൊടുത്താ സെറ്റാ അല്ലേ. അത് നല്ല നല്ല ബിസിനസ് ആണ്. അപ്പൊ ഞാൻ ഭയങ്കര ബർക്കത്താന്ന് പറയും. മീനിന്റെ ബിസിനസ് ആണ്, നല്ല ലാഭമുള്ള ബിസിനസ് ആണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം കേട്ടോ. അതെ, എല്ലാത്തിനും നമുക്കൊരു ബുദ്ധി വേണം അല്ലെ, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു നാക്ക് വേണം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും അത് ഞങ്ങളൊരു വീഡിയോയില് പറയുന്നുണ്ട്. ഈ കോഴി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മള് തീറ്റ കൊടുത്ത് വളർത്തണം. മീന് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നും ചെയ്യണ്ടാവും, പടച്ചോന് എന്നിട്ട് ഈ ഹംസപ്പ എന്നിട്ട് ഇതിന് ഇത്ര റുപ്യ, ആ വെറുതെ കിട്ടുന്ന സാധനം ഇതിന് ഇത്ര റുപ്യ, ഇതിന് ഇത്ര റുപ്യ അവിടെ ലേലം ചെയ്തോടത്ത് നമ്മള് നല്ല പോക്കറ്റ് നല്ല പൈസ എടുത്ത് കൊടുക്കണം. വാങ്ങിക്കാൻ നല്ല അല്ല, ശരിക്കും നല്ല റിസ്ക് എടുത്ത് പോകുന്നത് അതാണ് ഏറ്റവും വലിയ. കടലിൽ പോകുന്ന റിസ്ക് തന്നെയാണ്. പക്ഷെ നമ്മളെ ഈ ഗൾഫിലൊന്നും വലിയ കുഴപ്പമില്ല കടലിൽ പോണത്. തിരമാലയൊക്കെ വളരെ ചെറിയ പോയിട്ടുണ്ടോ? അതെ, കടലിൽ പോയിട്ടില്ല. പറയുന്ന എക്സ്പീരിയൻസ് അല്ല, കടലിൽ തൊട്ടടുത്ത് തന്നെ അപ്പോൾ കാണാലോ. നമ്മുടെ ഇവിടുത്തെ തിരമാലയും അവിടുത്തെ തിരമാലയും ചെറിയ ചെറിയ തിരമാലകളോട് വ്യത്യാസമുണ്ട് അല്ലേ. ഇനി ഹംസപ്പന്റെ ലൈഫിലുള്ള ഒരു വലിയൊരു ആഗ്രഹം എന്താ? കുടുംബക്കായിട്ട് ഒരു ഹജ്ജിനോ ഉംറ ഏതൊക്കെ മറ്റു പോകണം. അതാണ് വലിയൊരു ആഗ്രഹം. നടത്തട്ടെ, നടക്കാൻ പറ്റട്ടെ എന്തായാലും. അതായത് ഫാമിലി എല്ലാരും കൂടി കൂട്ടിയിട്ട് എന്തായാലും സെറ്റ് ആവട്ടെ. നിങ്ങളെയോ? അങ്ങനെ ആഗ്രഹം ഞങ്ങക്ക് പണ്ടേ ഉണ്ട്. അവിടേക്ക് പ്രൊമോഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യാന്നില്ല അതില് നിക്കാണ് അല്ലേ. അല്ലെങ്കിൽ ഞങ്ങള് ആയിട്ട് പോവും. ഇപ്പൊ ഇടക്ക് അവിടെ കുളിക്കും, പക്ഷെ ഇടയ്ക്ക് സെറ്റ് ആവില്ല. അപ്പൊ ദുബായിക്ക് അങ്ങനെ ഇടക്കിടക്ക് പോകും. അവിടേക്ക് അങ്ങനെ എപ്പോഴും കിട്ടൂല, ഇതുവരെ പോയിട്ടില്ല. സൗദിയിൽ കാരണം ഈ ഇതില്ലല്ലോ, ഇങ്ങനത്തെ മീഡിയ അവിടെ കുറവല്ലേ. അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പരമായിട്ടായിരിക്കല്ലോ. പിന്നെ അങ്ങോട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല പൈസ അല്ലേ. ഞങ്ങൾ എല്ലാരും ബേസിക് ആയിട്ടുള്ള ആഗ്രഹം തന്നെയാണ്, ഹജ്ജ് ചെയ്യണം. എല്ലാരും പെരക്കാരൊക്കെ കൂട്ടിയിട്ട് പോകണം തന്നെയാണ്.